നരേന്ദ്രമോദി സർക്കാർ അമേരിക്കയുമായി ഒപ്പുവെച്ച രഹസ്യ കരാറുകൾ കർഷകരെ കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ 12-ന് പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാനായി UDF അനുകൂല ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദിയായ UDTF കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വന്നത് പ്രിയപ്പെട്ട നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോഴാണ്. നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോൾ ആ ഉദാരവൽക്കരണത്തിന്റെ പ്രത്യാഘാതം രാജ്യത്തെ ജനങ്ങളെയും തൊഴിലാളികളെയും വളരെ പ്രശ്നമായി ബാധിക്കും എന്ന് അന്നത്തെ ആ ഗവൺമെന്റിന്റെ മുമ്പാകെ കേന്ദ്രത്തിലെ ട്രേഡ് നേതാക്കളും നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധരും രാജ്യത്തെ എക്സ്പോർട്ട് ഉൾപ്പെടെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുകിട വൻകിട വ്യാപാരികളും വ്യവസായികളും ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ആഗോള അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന നിലയിൽ ഇന്ത്യക്ക് മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല എന്ന അഭിപ്രായം പറയുകയും ആഗോളവൽക്കരണ ഉദാരവൽക്കരണ കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ചെറുകിട വ്യവസായങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടച്ചിടുകയും ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇന്ത്യയിൽ തൊഴിലുണ്ടാവുകയും ചെയ്ത സാധിച്ചത് നമ്മളൊന്നും. ഇതിനെല്ലാം പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന രാജ്യത്ത് കേന്ദ്ര ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന IMDUT, BMS, KITC, CITU, STU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകളിൽ വിവിധ സമരങ്ങളെല്ലാം കണ്ടില്ലെന്ന് നൽകുന്ന നിലപാടുകളാണ് രാജ്യം ഭരിച്ച സർക്കാരുകൾ കൈക്കൊണ്ടത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവച്ച ഏകപക്ഷീയമായ ഇടക്കാല കരാർ പഴം പച്ചക്കറി ഇറക്കുമതിക്കായി ഇന്ത്യൻ വിപണിയെ പരിപൂർണമായി തുറന്നിട്ടുകൊടുക്കുകയായിരുന്നു. മോദി അധികാരമേറ്റ 2014 മുതലുള്ള ആദ്യത്തെ 8 വർഷങ്ങളിൽ 2023 വരെ പ്രതിവർഷം ഏകദേശം 1 ലക്ഷം കർഷകരാണ് ശരാശരി ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത്. കാർഷിക പ്രതിസന്ധി ഏറെ രൂക്ഷമായ വിദർഭ മേഖലയിലെ കർഷക ആത്മഹത്യകളുടെ കണക്കുകൾ ഈയിടെ പുറത്തുവന്നു. UPA ഭരിച്ച 2004-14 കാലയളവിൽ പ്രതിവർഷം 9,671 പേർ അവിടെ ആത്മഹത്യ ചെയ്തപ്പോൾ മോദി ഭരിച്ച സമയത്ത് വാർഷിക ആത്മഹത്യകൾ 10,122 ഉയർന്നു. അമേരിക്കയ്ക്ക് മാത്രം ഗുണമുള്ള ഇത്തരം കരാർ വഴി ചരക്കുകൾ ഇന്ത്യയിലേക്ക് നിയന്ത്രണമില്ലാതെ ഒഴുകുമ്പോൾ മത്സരത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ ആയിരക്കണക്കിന് കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുമെന്ന് കരീം മുന്നറിയിപ്പ് നൽകി. KC ഉല്ലാസൻ അധ്യക്ഷത വഹിച്ചു. TK നൌഫൽ, C വിജയൻ, കട്ടേരി പ്രകാശൻ, K സന്തോഷ്, നിഷാന്ത്, ആലിക്കുഞ്ഞി പന്നിയൂർ, PP നാസർ, BK സാജിദ്, K സുരേഷ്, ഷാക്കിർ, ഷമീർ പള്ളിപ്പുറം എന്നിവർ സംസാരിച്ചു. KP ഷഫീഖ്, R മൻസൂർ, K റിയാസ്, K അബ്ദുൽ കരീം, M ഷമീർ, P സുരേഷൻ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി ന്യൂസ് കണ്ണൂർ.